ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ട് നിൽക്കുന്നത് ടോർപേഡോ ആണ്. എനിക്ക് അതിനെപ്പറ്റി ചോദിച്ചില്ലെങ്കിൽ ഈ പ്രേക്ഷകർ എന്നെ അടിക്കും, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് തെറി വിളിക്കും. ഇത്രയും ഇങ്ങനെ ഈ മനുഷ്യനെ കിട്ടിയിട്ട് എന്തുകൊണ്ട് ടോർപേഡോ ചോദിച്ചില്ല എന്നുള്ളത് എന്താണ് കൂടുതൽ എന്തെങ്കിലും നമുക്ക് പറയാം? ടോർപേഡോ ആക്ച്വലി തുടരും കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെയ്യാൻ വേണ്ടിയിരുന്ന സിനിമയാണ്. അതിന് മുന്നേ ആഷിഖുമായിട്ട് ഞങ്ങൾ സംസാരിച്ച് അതിൻ്റെ ഡേറ്റുകളും പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഞാനും എൻ്റെ ഡയറക്ഷൻ ടീമും വന്ന് ഫ്ലാറ്റിൽ വന്ന് കാസ്റ്റിങ്ങിൻ്റെ കുറേ ആളുകളെയൊക്കെ കണ്ടെത്തി കാസ്റ്റ് ചെയ്ത് തുടങ്ങിയ സമയത്താണ് ലാൽ സാറ് പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി നമുക്ക് പടം ചെയ്യാമെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അതായത് തുടരും പ്ലാനിങ്ങിന് മുമ്പേ ഉണ്ടായിരുന്നു. പിന്നെ സൗദി വെള്ളയ്ക്ക റിലീസിന് മുന്നേ പ്ലാൻ ചെയ്ത സബ്ജക്റ്റാണിത്. അപ്പോൾ അതൊന്നും ഒരുപാട് ഈ പറയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് ജോയിൻ ചെയ്ത് അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് ജോയിൻ ചെയ്ത് എല്ലാം സൈൻ ചെയ്ത പ്രോജക്റ്റാണത്. അപ്പം ഇമ്മീഡിയറ്റ്ലി ഫഹദ് ഉൾപ്പെടെ ഫഹദുമായിട്ടുള്ള ഇനിഷ്യൽ മീറ്റിങ്ങുകളൊക്കെ ഇനിഷ്യൽ ഏതാണ്ട് സ്ക്രിപ്റ്റ് ലോക്കിംഗ് സ്റ്റേജ് വരാൻ കഴിഞ്ഞതാണ് ഫഹദുമായിട്ട്. അപ്പോഴാണ് പെട്ടെന്ന് നമുക്കിങ്ങനെ ലാൽ സാറിനെ പോലത്തെ ഒരു ആക്ടറിൻ്റെ ഒരു ഡേറ്റ് ഇമ്മീഡിയറ്റ് വരിക എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഓൾ ഇൻഡസ്ട്രിയുടെ ടോക്ക് ഓഫ് ദ ടൗൺ ആവും. അപ്പോൾ എനിക്ക് അത് എത്തിക്സ് ഇല്ലായ്മ എന്ന് തോന്നിയിരുന്നു. കാരണം നമ്മളൊരു പ്രൊഡ്യൂസറുമായിട്ട് കമ്മിറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഒരു സിനിമ വരുമ്പം അത് മാറിപ്പോകാന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വേറൊരു വേർഡ് യൂസ് ചെയ്യേണ്ട ഒരു വാക്കാണ്. അപ്പം അത് പക്ഷേ ഞാനിപ്പോൾ എനിക്ക് എൻ്റെ കമ്മിറ്റ്മെൻറ്റും അല്ലെങ്കിൽ എൻ്റെ ഒരു നന്ദി എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന രഞ്ജിത്തേട്ടനോടും ആഷിഖിനോടുമാണ്. ഇവർ രണ്ടുപേരും അത് എൻ്റെ ലോക്ക് മനസ്സിലാക്കി, അല്ലെങ്കിൽ എൻ്റെ ഞാൻ മാനസികമായിട്ട് അതിൻ്റെ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതൊരു പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യണമെന്ന് തന്നെ പഠിപ്പിച്ച് ആഷിഖിൻ്റെ അടുക്കെ ഞാനത് ചോദിക്കുമ്പോൾ ആഷിഖിനോട് പറയണത് തരുണേ അത് തുടരും പോലത്തെ ഒരു സിനിമ, തുടരുന്ന പേരിട്ടില്ല, ലാലേട്ടനെ പോലത്തെ ഒരു ആക്ടറിൻ്റെ ഒരു സിനിമ ചെയ്യാനൊരു അവസരം കിട്ടിയാൽ അത് ചെയ്യണം. ചെയ്ത് വന്നത് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചാൽ അത് എൻ്റെ സിനിമയ്ക്കല്ലേ ഗുണം, മൈലേജ് എന്ന് പറഞ്ഞൊരു ഒരു വിഷയം ഉണ്ട് അയാൾക്ക്. രഞ്ജിത്തേട്ടനും എൻ്റെ പറയുമ്പം അത് ആഷിഖുമായിട്ടൊക്കെ സംസാരിച്ച് ഏറ്റവും നല്ല രീതിയിൽ അത് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തി തരുണിനെ അപ്പുറത്തിന് മുന്നേ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത് ഐ എം വെരി താങ്ക്ഫുൾ ടു ബോത്ത് പ്രൊഡ്യൂസേഴ്സ്. ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന അഗ്രഗണ്യരായ രണ്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ വളരെ നയതന്ത്രപരമായ തീരുമാനങ്ങളിലാണ് ആ സിനിമ അങ്ങനെ മാറിയത്. അപ്പോൾ ടോർപേഡോ അങ്ങനെ ഡിസൈഡ് ചെയ്യുന്ന പ്രോജക്റ്റാണ്. ഇപ്പോൾ എഗെയിൻ തുടരും കഴിഞ്ഞ് വന്നപ്പോൾ വി ഹാവ് ടൈം, ഞങ്ങളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സീൻ ബൈ സീൻ ഇൻ ഡീറ്റെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും ഞാൻ എൻ്റെ ഫിലിമോഗ്രഫിയിൽ ഇല്ലാത്ത ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസ് ആണ്. ജിംഷിയാണ്, ജിംഷി, സുഷിൻ, ഇതുവരെ ഞങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള സുഷിൻ ചെയ്യുന്ന മ്യൂസിക്, വിവേക് പുതിയ എഡിറ്ററാണ്. പുതിയല്ല, ഞാനുമായിട്ട് വിവേക് വെരി വെരി എക്സ്പീരിയൻസ്ഡ് എഡിറ്ററാണ്. പിന്നെ മഷറുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, മഷർ ന്യൂ ചോയ്സാണ്. അങ്ങനെ എല്ലാ രീതിയിലും തുടരുമോ ജാവയോ സൗദിയോ ഒന്നും അല്ലാതെ